ആര്യവേപ്പ് എന്ന ഇനമാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മലവേപ്പ്, നിലവേപ്പ്, കറിവേപ്പ് എന്നിങ്ങനെ വേപ്പുകൾ പല ഇനങ്ങളുണ്ട്. എല്ലാ ഇനങ്ങളും മികച്ച ഔഷധങ്ങളുമാണ്. ആര്യവേപ്പ് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു വൃക്ഷമാണ്. ആര്യവേപ്പിൻ്റെ ഉപയോഗം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. എന്നാൽ അമിതോപയോഗം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുമുണ്ട്. പ്രമേഹ രോഗികൾ ധാരാളമായി ഒറ്റമൂലി പ്രയോഗം എന്ന രീതിയിൽ വേപ്പിൻ്റെ ഇല അരച്ച് ധാരാളം കഴിച്ചു വരുന്നത് കാണാം. പ്രമേഹത്തിന് ഒരു പരിധിവരെ വേപ്പിൻ്റെ ഇല ഗുണം ചെയ്യുമെങ്കിലും കയ്പ്പ് രസപ്രധാനമായ വേപ്പ് അമിതമായി ഉപയോഗിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പലതരത്തിലുള്ള വാതരോഗങ്ങൾ ഉണ്ടാകാനിട വരുന്നു. പ്രത്യേകിച്ച് അമിതമായി കയ്പ്പ് രസം ചെന്നാൽ ഉണ്ടാകുന്ന കാലുകൾക്ക് വിറയൽ, കാൽമുട്ടുകൾ നടക്കുമ്പോൾ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കൽ, ഇങ്ങനെയുള്ള വാതരോഗങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു വൈദ്യോപദേശപ്രകാരം ചെറിയ മാത്രയിൽ വേപ്പിൻ്റെ ഇല അരച്ച് കഴിക്കുന്നത് പ്രമേഹത്തെ ായിട്ട് ഇന്ന് നാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ തുണിക്കിടയിലും അതുപോലെ പേപ്പർ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനിടയിലും കീടങ്ങൾ അകപ്പെടാതെ ഈ ആര്യവേപ്പിൻ്റെ ഇല വിതറിയിടുന്നത് വളരെ ഗുണപ്രദമാകുന്നു. ഇനിയൊരു പുഷ്ടിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇനി വേപ്പിൻ്റെ കായിൽ നിന്ന് ലഭിക്കുന്ന വേപ്പെണ്ണ പല വിധത്തിലും നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വാതരോഗങ്ങളിൽ അത് കിഴിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അഭ്യംഗത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് വേപ്പെണ്ണ. ഇനി ഈ വേപ്പെണ്ണ തന്നെ പശു മുതലായിട്ടുള്ള കന്നുകാലികളിൽ പുഴുക്കടി മുതലായവ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വേപ്പെണ്ണ ലേപനം ചെയ്യാറുണ്ട്. അതിൻ്റെ അണുനാശക ശക്തിയെയാണ് അവിടെ കാണിക്കുന്നത്. ഈ അണുനാശകത്വം ഉള്ളതുകൊണ്ട് ബീജത്തെയും നശിപ്പിക്കാനുള്ള കഴിവ് മാർഗമായിട്ട് വേപ്പെണ്ണയെ ഉപയോഗപ്പെടുത്തും. വിശേഷമായ ചടങ്ങിനെക്കുറിച്ച് നാൽപ്പാമരം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മരങ്ങളും തമ്മിൽ, അരയാലും വേപ്പും തമ്മിൽ പിരിയാനാവാത്തൊരു ബന്ധമുണ്ട്. ചർമ്മരോഗ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായി
അധികം ഉണ്ട്. വേപ്പ്, കയ്ക്കുന്ന വേപ്പ് ആണ് സാധാരണ കയ്ക്കുന്ന, പിന്നെ കറിവേപ്പ് വേറെയുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഈ ആര്യവേപ്പിൻ്റെ തൊലി കഷായം വെച്ച് ത്വക്ക് രോഗത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ്. ഈ ആര്യവേപ്പിൻ്റെ തൊലി ഇട്ട് വെള്ളം വെച്ച് ചൊറി കഴുകാനും മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് കഷായ രൂപേണ അകത്തേക്ക് ചെന്നാലേ ഫലം സിദ്ധിക്കുള്ളൂ.